ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ചർച്ചകളുണ്ടായി. കൺസെഷണർ അതിൻ്റെ എഗ്രിമെൻ്റ്, ആ എഗ്രിമെൻറ്റിൻ്റെ 5.3.1 അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രയർ അപ്രൂവലിന് ശേഷം മാത്രമേ ഓഹരി കൈമാറ്റം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യമെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഈ കാര്യമെല്ലാം ഇപ്പോൾ പരിശോധിക്കാൻ വേണ്ടി എംപവേർഡ് കമ്മിറ്റി മുമ്പാകെ വിട്ടിരിക്കുകയാണെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ഒന്നാമത്തെ ഫേസ് തീർന്നപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന അദാനി കൊടുത്തിരിക്കുന്ന ഫിനാൻഷ്യൽ ക്ലോഷർ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് 15,000-ഓളം കോടി രൂപ തങ്ങൾ മുടക്കിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സർക്കാരിൽ തെറ്റായ കണക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവതരമായ പരിശോധന നടത്തണം എന്നാണ് ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം. 2, ബ്രേക്ക് വാട്ടർ സിസ്റ്റത്തെക്കുറിച്ചാണ് എപ്പോഴും നമ്മൾ അവിടെ ഉള്ള നിർമ്മാണ പ്രവർത്തനത്തിലെ ഏറ്റവും സുപ്രധാനമായ നിർമ്മാണ പരിപാടി ബ്രേക്ക് വാട്ടർ സിസ്റ്റം എന്നുള്ളതാണ്. വേലിയേറ്റ സമയത്ത് ഉയർന്നു പൊങ്ങി വരുന്ന തിരമാലയെ കപ്പലിന് നങ്കൂരമിടുന്നതിനും മറ്റും പ്രശ്നമുണ്ടാവാത്ത തരത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ള തരത്തിൽ വരുന്ന ഈ ബ്രേക്ക് വാട്ടർ സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ എന്താണോ വിഭാവന ചെയ്തിരുന്നത് അതിനനുസരിച്ച് അത് പൂർത്തിയായിട്ടില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നുണ്ട്. വിഴിഞ്ഞത്തെ ബ്രേക്ക് വാട്ടർ സിസ്റ്റത്തിന് ആവശ്യമായ ഹൈറ്റ് ഇല്ല എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം അടിയന്തരമായ പരിശോധനയ്ക്ക് സർക്കാർ തയ്യാറാവണം. അങ്ങനെ വരുന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നങ്കൂരമിടുന്ന അവസരത്തിൽ ഷോർട്ട് ടെൻഷൻ വയറുകൾ ഉപയോഗിച്ച് കപ്പലുകൾ കെട്ടിയിടുകയാണ് ചെയ്യുന്നത് എന്നും മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് അവിടെ ഉണ്ടായിരിക്കുമ്പോൾ എങ്ങനെയാണ് അദാനിക്ക് തൻ്റെ ഷെയർ ഇത്തരത്തിൽ കൈമാറ്റം നടത്തി പോകാൻ കഴിയുക? ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ കേന്ദ്ര ഗവൺമെൻറ് നോക്കും, നമ്മൾ നോക്കേണ്ടത് ഇവിടുത്തെ പ്രാദേശികമായ കാര്യങ്ങൾ മാത്രമാണ് എന്നെല്ലാം പറഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫിനാൻഷ്യൽ ക്ലോഷർ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തെറ്റായ കണക്ക് കാണിച്ചതിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ സിസ്റ്റത്തിൻ്റെ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയ റിപ്പോർട്ടുകളുണ്ട് എന്നിരിക്കെ അക്കാര്യത്തിലും പരിഹാരമുണ്ടാക്കാതെ അദാനിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് കേരള ഗവൺമെൻറ് അംഗീകാരം കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. വലിയ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ സുനിൽകുമാർ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാൾ വിസിലിൻ്റെ പ്രോജക്റ്റ് എഞ്ചിനീയർ ആയിരുന്ന ആളാണ്. അദാനിയുടെ എഗ്രിമെൻ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് അദ്ദേഹമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദാനിയുടെ പ്രോജക്റ്റ് ഹെഡായിട്ട് അതേ മനുഷ്യൻ വർക്ക് ചെയ്യുന്നു എന്നറിയുന്നു. ഇതൊരു അങ്ങേയറ്റം അബദ്ധമെന്നല്ല പറയേണ്ടത്, അംഗീകരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. വലിയ അന്വേഷണങ്ങൾ അനിവാര്യമാകുന്നൊരു കാര്യമാണ്. ഇത്തരത്തിലെല്ലാമുള്ള ആളുകൾക്ക് അദാനി പെട്ടെന്ന് തന്നെ പരവതാനി വിരിച്ചു കൊടുക്കുമ്പോൾ അവരൊക്കെ ഈ ചുമതലയിരിക്കുമ്പോൾ വഴിവിട്ട സഹായം അദാനിക്ക് നൽകിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു ഉന്നതതല ഏജൻസിയുടെ പരിശോധന കൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു പരിശോധന അനിവാര്യമാണ്. താൻ ആരെയും കണ്ടിട്ടില്ല, അദാനിയുമായി ബന്ധമൊന്നുമില്ല എന്നെല്ലാം പറയുമ്പോൾ 2026 ജനുവരി 24 കരൺ അദാനിയുമായി കോവളം ലീലായിൽ ശ്രീ വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. 25-ാം തീയതി ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ഇതേ കരൺ അദാനിയുമായി ലീലയിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കേരളത്തോട് പറയാൻ തയ്യാറാവണം. കോൺഗ്രസ് നേതൃത്വം ചില വിലക്കുകളൊക്കെ ഏർപ്പെടുത്തിയിട്ട് പോലും എന്തുകൊണ്ട് ഇത്തരം കൂടിക്കാഴ്ചകൾ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് അത്തരം കൂടിക്കാഴ്ചകളിൽ ചില ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകമായി പങ്കാളികളാവുന്നു? അവരൊക്കെ ഇപ്പോൾ നമ്മൾ പറയുന്ന എംപവേർഡ് കമ്മിറ്റിയുടെ തലപ്പത്ത് വരുന്നു. അപ്പോൾ ഇതെല്ലാം അദാനിയെ സംരക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് മാത്രമായി നടക്കുന്നതാണോ എന്ന് സംശയമുയരുന്നു. അതുകൊണ്ട് എംപവേർഡ് കമ്മിറ്റിക്ക് അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഈ കാര്യത്തിലുള്ള പരിശോധന അനിവാര്യമാണ്. മറ്റൊന്ന് വഖഫുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വഖഫ് നിയമം ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ പാർലമെൻ്റ് എടുത്ത നിലപാടുകൾ നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ചില തീരുമാനം കൈക്കൊള്ളുമ്പോഴും ആ ജനങ്ങളെയും ഈ നാടിൻ്റെ മുഴുവൻ ജനതയെയും സംരക്ഷിക്കാൻ ഉപകരിക്കുന്ന തരത്തിൽ നിലവിൽ നമ്മൾ നടപ്പിലായിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ കേരളത്തിന് അറിയാവുന്ന രാജ്യത്തിൻ്റെ രീതികൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുന്നതിനെ ശക്തമായ എതിർപ്പായിരുന്നു. എന്നാൽ എന്താണ് വഖഫുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത് നമ്മൾ കാണുകയാണ്. വഖഫുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു മാറ്റം ഉണ്ടാകുന്നത് കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംരക്ഷണത്തിന് ഉതകുന്നതാണോ? BJPയുടെ നേതാവ് കൊടുക്കുന്ന കേസിനനുസരിച്ച് തന്നെ എന്തുകൊണ്ടാണ് ശ്രീ വി ഡി സതീശനും ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയും എല്ലാം നയിക്കുന്ന കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നിലപാട് അതിനോട് ചേർന്ന് നിൽക്കുന്നത്? BJP നിലപാടിനോട് UDF സർക്കാരിൻ്റെ നിലപാട് പൊരുത്തപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടകരമായ ഒന്നാണ്.
ഇതുതന്നെയാണ് PMCക്കകത്തും കണ്ടത്. ഒപ്പിട്ടു എന്നുള്ളതിൻ്റെ പേരിൽ നടപ്പിലാക്കിയേ മതിയാവുകയുള്ളൂ എന്നുള്ള അബദ്ധ രീതികളെല്ലാം അവതരിപ്പിക്കുകയായിരുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 299(1) അനുസരിച്ചിട്ട് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഒരു ഒപ്പുവെക്കലുണ്ട് എങ്കിൽ സംസ്ഥാനത്തിന് വേണ്ടി ഗവർണർ ചുമതലപ്പെടുത്തണം, കേന്ദ്രത്തിന് വേണ്ടി പ്രസിഡന്റ് ചുമതലപ്പെടുത്തണം. അങ്ങനെ ചുമതലപ്പെടുത്താത്ത ഒന്നാണെങ്കിൽ വോയിഡ് അബ് ഇനിഷ്യോ എന്നാണ് കോടതി ഭാഷ. തുടക്കം മുതൽ തന്നെ അസാധുവാണ് എന്നുള്ളതാണ്. ഓരോ ഗവൺമെൻറ്റിൻ്റെയും ഭരണപരമായ നടപടിക്രമങ്ങൾ എങ്ങനെയെന്ന് നിശ്ചയിക്കാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 അനുസരിച്ചിട്ട് റൂൾസ് ഓഫ് ബിസിനസ് ഉണ്ടാവാറുണ്ട്. റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ചിട്ട് നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ക്യാബിനറ്റാണ്. PMCയുടെ കാര്യത്തിൽ അത്തരത്തിൽ ക്യാബിനറ്റ് തീരുമാനം ഉണ്ടായിട്ടില്ല. 3, സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ ധനകാര്യ വകുപ്പിൻ്റെ അനുമതി ഉണ്ടാവണം. 40% പണം സംസ്ഥാനം മുടക്കണമെന്നിരിക്കെ ധനകാര്യ വകുപ്പ് മന്ത്രി പോലും കണ്ടിട്ടില്ലാത്തൊരു കാര്യത്തിനകത്ത് കേരള ഗവൺമെൻറ് അത് നടപ്പിലാക്കിയതെന്ന് ഒരു സാക്ഷ്യവുമില്ല. ഇങ്ങനെല്ലാമുള്ള യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെന്നിരിക്കെ PMCയെ പുണരാൻ തീരുമാനിക്കുന്നത് നമ്മൾ കണ്ട മറ്റൊരു കാര്യമായിരുന്നു. ഇവിടെയെല്ലാം കാണുന്നത് ഈ ഗവൺമെൻറ് BJPയുടെ കേന്ദ്ര ഗവൺമെൻറ്റിന് കേരളം ഒരു പ്രത്യേക അഡീഷണൽ ബോണസ് കൊടുക്കുന്ന സംസ്ഥാനമായി മാറുന്നതാണ്. വഖഫിൻ്റെ കാര്യത്തിൽ ഒരു അഡീഷണൽ ബോണസ് കേരളത്തിലെ UDF ഗവൺമെൻറ് ഭാഗത്തുണ്ടാകുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ പിന്തുണ, പ്രത്യേകമായൊരു ബോണസ് കേരളത്തിൽ നിന്നുണ്ടാവുന്നു എന്ന് പറയുന്നത് അപകടകരമായ കാര്യമാണ്. കേന്ദ്ര കോൺഗ്രസ് നേതൃത്വവും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ തയ്യാറാവേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഇത് ഇപ്പോൾ KSU അടക്കമുള്ളവർ ചില പ്ലീഡർ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും മറ്റും ഉന്നയിക്കാറുണ്ട്. അതവിടെ രാഷ്ട്രീയ പ്രശ്നമാണ്. ഞാൻ ആ തർക്കങ്ങൾക്കകത്ത് കക്ഷിയാവാൻ ശ്രമിക്കുന്നില്ല. അത് നമ്മുടെ ഒന്നും കാര്യവുമല്ല. എന്നാൽ കേരളത്തിൻ്റെ കോടതികളിലടക്കം പലയിടങ്ങളിലും കേസുകൾ തോറ്റുകൊടുക്കുന്ന പഴയകാലത്തിൻ്റെ പ്രവണത വീണ്ടും ഉണ്ടായിരിക്കുന്നു. ജൂലൈ 16 കേരള ഹൈക്കോടതിയിലുണ്ടായ ഒരു സുപ്രധാനമായ വിധി കേരളത്തിന് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്നതാണ്. ആ വിധി കേരള മിനറൽസ് വെസ്റ്റിംഗ് ഓഫ് റൈറ്റ്സ് ആക്ട് 2021 ബന്ധപ്പെട്ടൊരു വിധിയാണ്. അങ്ങനെയൊരു നിയമം കേരളത്തിൽ ഉണ്ടാക്കിയത് തിരുവിതാംകൂറിലും കൊച്ചിയിലും നിലനിന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിയമരീതി മലബാറിൽ ഉണ്ടായിരുന്നുള്ളതിൻ്റെ പേരിലാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉണ്ടെങ്കിലും ആ ഭൂമി കുഴിച്ച് എല്ലാം ഖനനം ചെയ്തെടുക്കാൻ ഒരാൾക്ക് അവകാശമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ പൊതു ട്രസ്റ്റാണ് എന്നാണ് കോടതി തന്നെയും മുൻകാലങ്ങളിലെല്ലാം നിരീക്ഷിച്ചിട്ടുള്ളത്, അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് മൊത്തം ബാധകമാകുന്ന ഒരു നിയമം എന്ന തരത്തിലാണ് 2021 കേരള മിനറൽസ് വെസ്റ്റിംഗ് ഓഫ് റൈറ്റ്സ് ആക്ട് കൊണ്ടുവന്നത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പല കേസുകളുണ്ടായി. അതിലൊരു കേസിനകത്ത് ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടപ്പകത്തിൻ്റെ സുപ്രധാനമായ വിധിയിലൂടെ കേരള ഗവൺമെൻറ് കൈക്കൊണ്ടിരിക്കുന്ന ഈ തീരുമാനം, ഈ നിയമം എല്ലാ അർത്ഥത്തിലും ശരിയാണെന്നും നിയമം നിർമ്മിക്കാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ടെന്നും ഭരണഘടനയുടെ ഏതെങ്കിലും അനുച്ഛേദവുമായി പൊരുത്തപ്പെടാത്ത കാര്യമില്ലെന്നുമെല്ലാം അസന്നിഗ്ധമായി പറഞ്ഞിരുന്നു. എങ്കിലും ആളുകൾ അതിനൊക്കെയും അപ്പീൽ പോകാനുള്ള അവകാശമുണ്ടെന്നുള്ളത് കൊണ്ട് അപ്പീൽ പോവുകയും ആ അപ്പീലിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധിയായ കേസുകളുടെ ഭാഗമായിട്ട് ഇപ്പോൾ സുപ്രധാനമായൊരു വിധിയിലൂടെ റോയൽറ്റി ഈടാക്കിയതെല്ലാം 3 മാസത്തിനകം തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഒരു വിധി കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത്തരം വിധി ഉണ്ടാകുന്നു? ഇതിലൊക്കെ ഹാജരാകുന്ന മുഹമ്മദ് ഷായെ പോലെയുള്ള അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽമാർ കൃത്യമായ വണ്ണം കേരളത്തിൻ്റെ ഭാഗം അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെടുകയും ആരുടെ പക്ഷത്താണോ സർക്കാർ അഭിഭാഷകർ നിൽക്കേണ്ടത് അവിടെ നിൽക്കാതെ ഹർജിക്കാർക്ക് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച് കേരളത്തിൻ്റെ ഖജനാവിനെ കുത്തിച്ചോർത്താൻ ഇടവരുത്തുകയും ചെയ്യുകയാണ്. ഇതിൽ വല്ലാത്ത ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുകയാണ്. MC മേത്ത കേസ് പോലെയുള്ള സുപ്രധാനമായ കേസുകൾ ഞാൻ നേരത്തെ പറഞ്ഞ നാച്ചുറൽ റിസോഴ്സസിൻ്റെ കാര്യത്തിൽ ഒരു പൊതു ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലാണ്. അല്ലെങ്കിൽ പൊതു ട്രസ്റ്റ് രൂപ കൊള്ളുന്നൊരു പൊതു ട്രസ്റ്റ് നടത്തലല്ല, എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ട്രസ്റ്റ് ആയി കണക്കാക്കി സംസ്ഥാന സർക്കാരിനാണ് അതിൻ്റെ അവകാശം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റേഷൻ ഫോമിൻ്റെ കാര്യത്തിലുള്ള EFLൻ്റെ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് വരുന്ന അവസരത്തിലും EFLൻ്റെ എക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡിൻ്റെ നിയമസാധുതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയുടെ കാര്യത്തിനകത്തും ഇതെല്ലാം സർക്കാരിൽ നിക്ഷിപ്തമാണ്, സർക്കാരിന് അവകാശമുണ്ട് എന്ന തരത്തിൽ വിധികളുണ്ടായതാണ്.